അതിനുവേണ്ടി 1 കപ്പ് പാലും 1 കപ്പ് പാൽപ്പൊടിയും 2 സ്പൂൺ കോൺഫ്ലവറും എടുത്തിട്ടുണ്ട്. ആദ്യം പാലൊന്ന് ചൂടാക്കാനായിട്ട് ഒഴിക്കാം. പാല് നന്നായിട്ടൊന്ന് ചൂടായിട്ട് തണുപ്പിക്കാം. സമയമില്ലാത്ത ചൂടായി എന്ന് പറയാം. നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇതൊന്ന് തണുപ്പിക്കാൻ വയ്ക്കാം. തീ ഓഫ് ചെയ്തു. ഇനി പാൽപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇത് നന്നായിട്ട് യോജിപ്പിക്കണം. കോൺഫ്ലവർ കൂടെ ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് യോജിപ്പിച്ചിട്ട് നമുക്ക് തീ ഓണാക്കി കൊടുക്കാം. ഒരു സ്പൂൺ നെയ്യും കൂടെ ചേർത്ത് കൊടുക്കാം. ഉടയ്ക്കാം. ഇനി തീ ഓണാക്കി കൊടുക്കാം. ഇത് നന്നായിട്ട് വറ്റിച്ചെടുക്കാം. ഉരുട്ടാൻ പരുവത്തിനാക്കി എടുക്കണം. ഒന്ന് വറ്റിക്കോട്ടെ. നന്നായിട്ടൊന്ന് വറ്റിച്ചെടുത്തു. ഇതൊന്ന് തണുക്കാൻ വയ്ക്കാം. എന്നിട്ട് ഉരുട്ടിയെടുക്കണം. ഒരു കപ്പ് വെള്ളം ചൂടാക്കാൻ വെച്ചു. ഒരു 5-6 ഏലക്ക പഞ്ചസാര ചേർത്ത് പൊടിച്ചത് ഇട്ട് കൊടുത്തു. ഇനി 1 കപ്പ് പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുക്കാം. 1 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഇത് നന്നായിട്ടൊന്ന് തിളച്ചോട്ടെ. ഒരു ഒട്ടുന്ന പരുവാവണം. അതുവരെ ഒന്ന് വറ്റിച്ചെടുക്കാം. നന്നായിട്ട് തിളപ്പിക്കണം. 1/2 സ്പൂൺ പനിനീര് കൂടെ ചേർത്ത് കൊടുക്കാം. നല്ലൊരു മണത്തിന് വേണ്ടിയാണ്. വറക്കാനുള്ള എണ്ണ ചൂടാക്കാൻ വെച്ചു. എണ്ണ നന്നായിട്ടൊന്ന് ചൂടാവട്ടെ. എന്നിട്ട് ലോ ഫ്ലെയിമിലാക്കി നന്നായിട്ടൊന്ന് പൊരിച്ചെടുക്കാം. മാവെല്ലാം ഉരുട്ടി വെച്ചു. ക്രാക്കൊന്നും ഇല്ലാതെ നന്നായിട്ട് ഉരുട്ടി വെക്കണം. ഓരോ ഉരുളയായിട്ട് ഇട്ട് കൊടുക്കാം. 2 വശവും മറിച്ചിട്ട് നന്നായിട്ട് മുരിച്ചെടുക്കാം. ഈ കുറച്ച് ഒരു ഒട്ടുന്ന പരുവാവണം. ചെറുതായിട്ടും ഇങ്ങനെ വരുന്നുണ്ട്. ഈ ലൈനിലോട്ട് നമ്മൾ ഉണ്ടാക്കി വെച്ചത് ഇട്ട് കൊടുക്കാം. ഒന്ന് ഇളക്കി കൊടുക്കാം. ഇങ്ങനെയെല്ലാം ഉണ്ടാക്കിയെടുക്കാം. രസഗുള എല്ലാം ശരിയായിട്ടുണ്ട്. പാത്രത്തിലോട്ട് മാറ്റി